കോഴിക്കോട് കല്ലുത്താൻ കടവിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വളയനാട് ഗോവിന്ദപുരം സ്വദേശി റോഷനാണ് മരിച്ചത്. എതിരെ വന്ന KSRTC ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. AK അഭിലാഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ ബസ്സോ ഈ വാഹനം ഓടിച്ചിരുന്ന അപകടമുണ്ടായ വാഹനമോ അമിത വേഗതയിലായിരുന്നു? ആര്യ, അപകട സാധ്യതാ മേഖല കൂടിയാണിത്. അവിടെ ഇതുമായി സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡുകളടക്കം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന KSRTC ബസ് അപകടത്തിൽപ്പെടുന്നത്. അത് സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ സ്കൂട്ടർ യാത്രികരുടെ മുകളിലൂടെ ഈ ബസ് കയറിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ വളയനാട് സ്വദേശിയായ റോഷൻ മരിക്കുകയും ചെയ്തു. പിന്നെ നാട്ടുകാരൊക്കെ കൂടിക്കൊണ്ടാണ് ഇവരെ ആംബുലൻസിലേക്ക് മാറ്റുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും നിരന്തരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. പക്ഷേ അപ്പോൾ പോലും അവിടെ ഈ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളൊന്നും ഒരുക്കാത്തതും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പ്രധാനമായും മുന്നിൽ സിഗ്നലുള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിൽ സിഗ്നലിനെ മറികടക്കുന്നതിന് വേണ്ടി വലിയ വാഹനങ്ങൾ മറുഭാഗത്ത് കൂടി കയറി വരുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തരത്തിലുള്ള ബ്ലോക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നിരന്തരം അപകടം ഉണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോഡിന് വീതി കുറഞ്ഞതും വലിയ പ്രശ്നമാണ്. അപ്പോൾ പോലും ആ ഭാഗത്ത് നിരന്തരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്തതും പ്രധാനപ്പെട്ട വിഷയം തന്നെയായി നിലനിൽക്കുകയും ചെയ്തത്. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി ഇത്തരം അപകടമുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ പെട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവിടെ അപകടമുണ്ടായിരിക്കുന്നത്. 44 വയസ്സുകാരനായ വളയനാട് സ്വദേശിയായ റോഷനാണ് ഇവിടെ അപകടത്തിൽ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.